This is greenhouse cleaning liquid getting poured on the banana. Now let's wash this thoroughly. Actually, we have cleaned the outer surface of the banana in order to avoid any possibilities of contamination. Now we are gonna taste this with some freshly prepared papadam. Yummy. ഇത്രയും നല്ല രുചിയുള്ള ഭക്ഷണം ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ കഴിച്ചിട്ടില്ല. ബില്ല് തൊട്ടിട്ട് ഞാൻ ഇതിൽ തൊട്ടുണ്ടോ, അല്ലാതെ റെസ്റ്റോറന്റുകാർ ഇതിൽ തൊട്ടുന്നോ തെർമൽ പേപ്പർ വെച്ചിട്ട് അശുദ്ധമാക്കിന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ തൊട്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത് നല്ലോണം ഒന്ന് സോപ്പിട്ട് കഴുകിയിട്ട് മാത്രമേ ഫുഡിന്റെ അടുക്കലോട്ട് വെക്കുന്നുണ്ട് കേട്ടോ. എന്തോ കുഴപ്പമുണ്ടല്ലോ. അപ്പൊ ഗ്രീൻ ഹൗസ് ക്ലീൻ ലിക്വിഡ് ഇടുന്നു, പതപ്പിക്കണു, എന്നിട്ട് മുഴുവനാക്കിയിട്ട് നമുക്കൊന്ന് കഴുകിയെടുക്കാം. ഓക്കെ, അപ്പൊ ഇത് സെറ്റായി, ഡിസിൻഫെക്റ്റ് ആയി. അതുപോലെ വെള്ളം കുപ്പികളും കൂടെ നമ്മൾ ഇതുപോലെ സോപ്പിട്ട് പതപ്പിച്ചെടുക്കുന്നുണ്ടേ. എന്ത് കാര്യത്തിനാണിത്? ഒരു സുഖം, ഒരു മനസുഖം. ഇതാണ് ഞാൻ പറഞ്ഞത്, തന്റെ തലക്ക് നെല്ലിക്കാട്ടാണ്. ചിക്കൻ ചോറിന്റെ മേളിലായിട്ടാണ് വന്നേക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ കമത്തി കഴിഞ്ഞാൽ ചോറിനടിയിൽ നിന്ന് ചിക്കൻ കുഴിച്ചെടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇത് എടുത്ത് മാറ്റി വെച്ചിട്ട് ചോറ് തട്ടുന്നതായിരിക്കും നല്ലതെന്നുള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യാൻ പോകുന്നത്. എന്താണ് ബുദ്ധി ഈ തല വെളി കാണിച്ച് അടക്കല്ലേ പണ്ടാരെ. പക്ഷെ എന്റെ കൈ വെച്ച് ഞാൻ തൊടുന്നില്ല, കാരണം ഇതിനെ പുറത്തൊക്കെ ഞാൻ തൊട്ടിട്ടുള്ളതുകൊണ്ട് എന്റെ കൈ അത്രത്തോളം വൃത്തിയുള്ളതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. വൃത്തികേടായില്ലെങ്കിൽ ഭാഗ്യം. അപ്പം കൈ കഴുകി ഒരാൾ തരത്തെ ഓരോ പീസ് എടുത്ത് ഇങ്ങോട്ട് മാറ്റിക്കുവേ. നിനക്ക് ബുദ്ധിയില്ല എന്ന് പറഞ്ഞ ആരാടാ? ഈ കവറ് ഈ പാത്രത്തിൽ മുട്ടിക്കാണ്ട് വേണം അങ്ങോട്ട് ഫുഡ് മാറ്റാനായിട്ട്. അതും കുറ്റ, പിന്നെ അത് കിട്ടണം. നിന്റെ തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? ഇല്ല. പിന്നെ എന്താ അതിന്റെ അർത്ഥം? ആ പാക്കറ്റിന്റെ പുറത്തുനിന്നുള്ള സാധനങ്ങൾ എന്റെ ഫുഡിലോട്ട് വരരുത്, എന്റെയും എന്റെ വീട്ടുകാരെയും വയറ്റിലോട്ട് പോകരുത് എന്ന് നിർബന്ധമുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത്. നിനക്ക് പറ്റിയ പണി എന്താണെന്ന് ഞാൻ പറയാം. ഇതല്ലേ എനിക്കറിയാം. അറിയാവുന്ന ആരെ കൊണ്ടെങ്കിലും താൻ രക്ഷ എഴുതി കെട്ടിച്ചോ. തനിക്കാണ്ട് വലിയ കുഴപ്പം തുടങ്ങുക. ഞാൻ ഇറങ്ങട്ടെ. നന്നായി.